നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പാർലമെന്റിൽ പറയാൻ മോദിക്ക് ഭയം എന്തിന്? നോട്ട് പ്രതിസന്ധി തുടരുമ്പോൾ പാർലമെന്റിനെ അഭിമുഖീകരിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷത്തെ പരിഹസിച്ച നരേന്ദ്രമോദിക്ക് ശക്തമായ പ്രതിഷേധം ഉയർത്തി പ്രതിപക്ഷവും രംഗത്ത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് നേതാവ് ശ്രീ AA ഷുക്കൂർ, BJP നേതാവ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ എന്നിവർ. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിന് വേണ്ടത് ജനം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് സർക്കാർ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തി എന്നത് ഒന്ന്. രണ്ട്, ഈ പല കുംഭകോണങ്ങളുടെ കഥയും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ നോട്ട് നിയന്ത്രണം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി ഡൽഹി മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു JPC രൂപീകരിച്ച് അന്വേഷണം, ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ടാണോ പാർലമെൻറ്റിൽ ചെല്ലാതെ, പാർലമെൻറ്റിൽ പ്രതികരിക്കാതെ പുറത്ത് പ്രതിപക്ഷത്തെ കണക്കിന് പരിഹസിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും പ്രധാനമന്ത്രി? അല്ല, ഈ രാജ്യത്ത് ഒരു സാമ്പത്തികമായിട്ടുള്ള സമാന്തര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കള്ളപ്പണക്കാർ മുന്നോട്ട് പോയിരുന്നു എന്നതിൻ്റെ സൂചകങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന റെയ്ഡുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യഥാർത്ഥത്തിലുള്ള ബാങ്ക് അക്കൗണ്ടിംഗ് സംവിധാനത്തിൻ്റെ കൂട്ടത്തിൽ കള്ളപ്പണക്കാരും കരിഞ്ചന്തക്കാരും ഈ രാജ്യത്ത് ഇത്തരം ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കാൻ പരിശ്രമിച്ചിരുന്നു. ഈ രാഷ്ട്രത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഭീകരന്മാർ പാകിസ്ഥാന്റെ പ്രസ്സിലടക്കം അച്ചടിച്ച നോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന ഇത്രയും വലിയ ഒരു ക്രൈസിസ്, ആ ക്രൈസിസിനെ തീർക്കാനും ഭാവി ഭാരതത്തിൻ്റെ കരുതലിനും വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യത്തിൻ്റെ റിസർവ് ബാങ്ക് ഗവർണറുമായി രാജ്യത്തിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ, ധനകാര്യ വകുപ്പ് മന്ത്രി എല്ലാവരും ചേർന്നെടുത്ത ഒരു നയപരമായിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തീരുമാനിച്ചു പ്രതിപക്ഷം മുന്നോട്ട് വരുമ്പോൾ കള്ളപ്പണക്കാരെ രക്ഷിക്കാനാണോ പ്രതിപക്ഷം ശ്രമിക്കുന്നത്, അതോ രാജ്യത്തിന്റെ സമ്പദ് മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ? ഇതാണ് ചോദ്യം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഇത് BJP പറയുന്നത് വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ ഈ പ്രതിപക്ഷം അവരുടെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ വേവലാതി മുഴുവൻ കാട്ടുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് വിശ്വസിക്കണം എങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ നാട്ടിൽ നടപ്പുള്ള, ഇതിനു മുൻപ് ലോകത്തെവിടെയെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർ ലോകത്തിന് പകർന്നു നൽകിയ അറിവനുസരിച്ചായിരിക്കണം പ്രതികരിക്കേണ്ടത്. ലോകത്തൊരിടത്തും അവർ അധ്വാനിച്ച, ജനങ്ങൾ അധ്വാനിച്ച പണം തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു ബാങ്കിങ് സമ്പ്രദായം ഇല്ല. പറഞ്ഞത് ഇന്നലെ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, ധനകാര്യ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ പറഞ്ഞ അർത്ഥത്തിൽ BJPയുടെ പല നേതാക്കളും തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മനസ്സിലാകേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, എന്ത് തയ്യാറെടുപ്പുകൾ നടത്തി ജനങ്ങളെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ. ശരി, നല്ലൊരു കാര്യം കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു തയ്യാറെടുപ്പ് വേണമല്ലോ. ജനങ്ങൾ 70 പേർ ഇപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്, മരിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും കൂടുതൽ. അപ്പോൾ അവരെയൊക്കെ എത്ര പേരെ വരെ മരിക്കാമെന്നാണ് ഇപ്പോഴത്തെ തയ്യാറെടുപ്പിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? എത്ര രൂപ വരെ രാജ്യത്തിന് നഷ്ടമുണ്ടാകുമെന്നാണ് നിങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്? GDPയിൽ എത്ര വരെ കുറവുണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്? ഇതിനൊക്കെയുള്ള ഉത്തരം പാർലമെന്റിൽ പറയണ്ടേ? അല്ല, 2004 മുതൽ 2014 വരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് നേരത്തെ സൂചിപ്പിച്ച ബഹുമാന്യ പ്രതിഭയായിട്ടുള്ള രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി മിസ്റ്റർ മൻമോഹൻ സിംഗ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ CBIയെ കൂട്ടിലടച്ച തത്തയാക്കിയിട്ട് നിയമകാര്യ വകുപ്പ് മന്ത്രിയെ കൊണ്ട് പല സ്ഥലങ്ങളിലും ശ്രീമതി സോണിയ മാഡത്തിന് വേണ്ടി ഒപ്പുവെപ്പിച്ച ആളാണ് മിസ്റ്റർ മൻമോഹൻ സിംഗ് എന്നുള്ളതും കഴിഞ്ഞ കാല ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ
നരേന്ദ്രമോദിക്കും RBIയുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർക്കും ഇന്ത്യൻ പ്രസിഡന്റിനും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ഒരു ബുദ്ധിയില്ലാതെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്ന് ഒരുപക്ഷെ അങ്ങ് വിശ്വസിച്ചാലും ഞാനത് വിശ്വസിക്കുന്നില്ല. ഇവരുടെ ബുദ്ധി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും യന്ത്രം ഉപയോഗിച്ച് അളന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ടായില്ല. 70 പേരുടെ മരണം ഒഴിവാക്കണം, ജനങ്ങളുടെ പ്രതിസന്ധി ഒഴിവാകണം, ഇവിടെ കയ്യിൽ ഉള്ള പണം ബാങ്കിൽ ഇട്ടിരിക്കുന്നവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റണം, കച്ചവടം നടക്കണം, ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന കൃത്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കണം, ജോലിക്ക് പോകണം, ATMന്റെ മുമ്പിൽ എന്നും കാവൽ കിടക്കാൻ സാധിക്കില്ല, ഈ 2000ന്റെ നോട്ട് കൊടുത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സംശയരഹിതരായവരായിരിക്കണം ഭരണാധികാരികൾ. അവരുടെ ആളുകൾക്ക് ഇത് ചോർത്തിക്കൊടുത്തു എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്ന് തെളിയിക്കപ്പെടണം. ഇതൊക്കെ നടക്കേണ്ടതുണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അല്ലാതെ ബുദ്ധിമാന്മാരായ ആളുകളാണ് ഇവരൊക്കെ എന്ന് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കാണിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, ബുദ്ധി ഇല്ലാത്തവരാണ് എന്നുള്ളത് അങ്ങക്ക് ഏതെങ്കിലും രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ കാണുന്ന ഈ പ്രതിസന്ധികൾ കാണുമ്പോൾ ഇതാണ് ബുദ്ധിയെങ്കിൽ ഈ നാട് മുമ്പ് ഭരിച്ചവർക്കും ഇതൊക്കെ ചെയ്യാമായിരുന്നില്ലേ? ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടോ അവർക്കും ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ അത് ചെയ്യാത്തതാണോ ബുദ്ധി? ഇപ്പോൾ ഈ കാട്ടുന്നതാണോ ബുദ്ധി? ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഓരോ ആത്മഹത്യകൾക്കും സമാധാനം പറയേണ്ടത് CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവുമാണ്. കാരണം ഇവിടുത്തെ പാവപ്പെട്ടവനെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ ഇതാ ബാങ്കുകളിൽ നിന്ന് നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളത് പാവപ്പെട്ടവനെ തെറ്റിദ്ധരിപ്പിച്ച് അവനെ ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഒരു സ്തുത്യർഹമായ തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ആന്ധ്രയുടെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വിഷയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് ശരിയാണ്, കള്ളപ്പണക്കാർക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സമയം കൊടുക്കാൻ സാധിച്ചില്ല. ATMന്റെ കൗണ്ടറിൽ എന്തേ 2000 ഈ കാര്യങ്ങളൊക്കെ BJPയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പറയുന്നു. ഇന്നിപ്പോൾ ജനങ്ങൾക്കറിയേണ്ടത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത രാജ്യത്തിലെ പ്രതിനിധികൾ തന്നെയാണല്ലോ പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങളും. അവർക്കറിയേണ്ടത്, പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിൽ ചോർച്ച എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ആ കാര്യത്തിന് ഒരു അന്വേഷണം നടത്തുന്നതിന് സഹായകരമായ രീതിയിൽ ഒരു പ്രതികരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നടത്താൻ എന്തേ ബുദ്ധിമുട്ട്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ചർച്ചയെയും ഭയപ്പെടുന്ന ആളല്ല. പക്ഷേ രാജ്യത്ത് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ന് കോൺഗ്രസ് നേതൃത്വവും CPIMന്റെ നേതൃത്വവും ഒരുമിച്ച്, ആകെ കുറച്ചേ ഉള്ളൂ, 44 MP കോൺഗ്രസിനും 10 പേര് CPIM. ഇതൊക്കെ ചർച്ചയിൽ പറയാമെന്നുള്ളതല്ലാതെ ആ രാഷ്ട്രീയത്തിന് ഇവിടെ പ്രസക്തിയില്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഞാൻ തിരിച്ചു വരാം. എന്തായാലും ഉത്തരം കിട്ടാത്തത് പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ട് എന്ന് ചാനൽ ചർച്ചകളിൽ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും അത് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിക്കാത്തത് എന്തുകൊണ്ട് എന്ന് തന്നെയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ A. ഷുക്കൂർ, ഡോക്ടർ മൻമോഹൻ സിംഗ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങളും ഇടതുപക്ഷവും ചേർന്ന് രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ ഇപ്പോഴും പറയുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണോ പറയുന്നത്? അന്ധമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ഈ രാജ്യത്തിൻ്റെ ഗതി എന്താകും? 133 കോടി ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളെയും ഇവരാരും കാണുന്നില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്തു പറ്റിപ്പോയി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകളായ 2 സഭകളെയും അവഹേളിച്ച് നിയമനിർമ്മാണ സഭകളെ നോക്കൂത്തിയാക്കി അവിടെ ജനപ്രതിനിധികളോട് സംവദിക്കാനോ ഉത്തരം പറയാനോ എന്താണ് ഇതിന് യഥാർത്ഥ വഴി, അല്ലെങ്കിൽ ഇന്ന ദിവസം സംഭവിക്കും, ഇന്നത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്ത
ബന്ധപ്പെട്ട പ്രധാനമന്ത്രി സാധാരണഗതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുധനാഴ്ചകളിൽ പാർലമെന്റിൽ ലോക്സഭയിലും വ്യാഴാഴ്ചകളിൽ രാജ്യസഭയിലും വരുന്ന പ്രധാനമന്ത്രി ഇന്ന് നടന്ന കാര്യത്തിനും അവിടെ നടക്കുന്ന കാര്യത്തിനും മറുപടി പറയാതെ രാജ്യത്തെ ഇങ്ങനെ എത്ര കാലം ഈ ദുരന്തത്വമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? 17 ദിവസങ്ങൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കഴിയുമ്പോൾ 18ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഇവിടുത്തെ സ്ഥിതി? പാവപ്പെട്ടവന് ജീവിക്കാനോ, അവന് കഞ്ഞി കുടിക്കാനോ, അവന് ഭക്ഷണം കഴിക്കാനോ, അവൻ അത്യാവശ്യം മരുന്ന് വാങ്ങാനോ പോലും പറ്റാത്ത സാഹചര്യമുള്ള ഈ നാട്ടിലാണ് പറയുന്നത് കോൺഗ്രസും മുൻ പ്രധാനമന്ത്രിയുമൊക്കെ വല്ലാതെ പ്രവർത്തിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ LDF പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു? രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ GDP റേറ്റ് കുറയാൻ പോകുന്നു. നാട്ടിൽ ആകമാന സ്തംഭനാവസ്ഥ. എവിടെയെങ്കിലും ഉൽപാദന മേഖലയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞോ? നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ വിഭവങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ ആശങ്കയുടെ നിമിഷങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം വേറെയുണ്ടോ? എന്താ ഇതിന് കാരണം? മുൻപും നമ്മുടെ നാട്ടിൽ നോട്ടുകൾ മാറിയിട്ടില്ലേ? ആ നോട്ടുകൾ അസാധുവായിട്ടില്ലേ? അതിന് പകരം സംവിധാനം ഒരുക്കില്ലേ? മുന്നൊരുക്കം ചെയ്യില്ലേ? ഭരണാധികാരികൾ ഇത്ര മണ്ടന്മാരാണ്. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് 2004 മുതൽ 2014 വരെ ലോകം കണ്ടിട്ടില്ലാത്ത അഴിമതി ഉണ്ടായത് എവിടെയാണ്, എങ്ങനെയാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടാണ്. ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രതിസന്ധി ഇപ്പോൾ അവർ അനുഭവിക്കുമ്പോൾ അവർ ഈ കാര്യം മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? എന്ത് അഴിമതി നടന്നു എന്ന് പറഞ്ഞാലും അഴിമതിയിലെ പിന്നിലെ ശക്തികളെ പുറത്തു കൊണ്ടുവരാനും അവരെ കൽത്തുറങ്കിൽ അടക്കാനും ആ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അവിടെയും ഇപ്പോഴും അഴിമതി നടന്നവർ എവിടെയാണ്? ലളിത് മോദി എവിടെയാണ്? അല്ലെങ്കിൽ വിജയ് മല്യ എവിടെയാണ്? അല്ലെങ്കിൽ അംബാനിമാരും അദാനിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ പിടിപ്പുള്ളവരും കെടുകാര്യസ്ഥതയില്ലാത്തവരും ദീർഘവീക്ഷണമുള്ളവരും ഉൾക്കാഴ്ച ഉള്ളവരുമായതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തെ ആകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അമേരിക്കയിൽ പോലും ബാങ്കുകൾ തകരുമ്പോൾ, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിൽ അവരുടെ സാമ്പത്തിക രംഗത്ത് തകർച്ചയുണ്ടായപ്പോൾ ഇന്ത്യ രാജ്യത്ത് അതൊന്നും ഉണ്ടാകാതെ പോയത് മൻമോഹൻ സിംഗിൻ്റെയും അതുപോലെ മഹാന്മാരായ പ്രധാനമന്ത്രിമാരുടെയും കാലത്താണ് എന്നുള്ളത് മറക്കേണ്ട. GDPയുടെ നിരക്ക് വർദ്ധിച്ചതും ആ കാലഘട്ടത്തിലാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ മറക്കേണ്ട. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇത്ര ശോചനീയമായ, ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥ. ഞാൻ തിരിച്ചു വരാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. മറ്റു സംസ്ഥാനങ്ങളിൽ പല മുഖ്യമന്ത്രിമാരും അവിടുത്തെ സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ എടുത്ത നയത്തിൻ്റെയും പദ്ധതികളുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങളെ സഹായിക്കുമ്പോൾ ഇവിടെയൊന്നും അത് കാണുന്നില്ല. ഇവിടെ ഇനി സമരങ്ങളാണ്, അതിന് കോൺഗ്രസിൻ്റെ കൂടെ ചേരുന്നു. ഇതൊക്കെ പറഞ്ഞാണ് BJP ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇല്ല, വളരെ നിരുത്തരവാദപരമായ ഒരു നിയോ ലിബറൽ അജണ്ട നരേന്ദ്രമോദി അധികാരത്തിലെത്തിച്ച കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയുടെ ബാങ്കുകളിൽ അവർ എടുത്തിട്ടുള്ള മൂലധന വായ്പകൾ അത് തിരിച്ചടക്കാതെ NBI കിടക്കുകയാണ്. ആ NBI കിടക്കുന്ന വായ്പകൾ, കിട്ടാക്കടം, അത് എഴുതിത്തള്ളണമെന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്ന രഘുറാം രാജനുമായിട്ട് നരേന്ദ്രമോദി തെറ്റുന്നത്. ഈ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളുടെ ക്യാപിറ്റൽ പുനഃസംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, റീക്യാപിറ്റലൈസേഷനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഈ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചല്ലോ. രഘുറാം രാജൻ പറഞ്ഞു, അങ്ങനെ കറൻസി നിയന്ത്രിച്ചുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ ക്യാപിറ്റലൈസേഷൻ നടത്തുക, റീക്യാപിറ്റലൈസേഷൻ നടത്തുകയാണെങ്കിൽ അത് വലിയ ആഘാതം സമ്പദ്ഘടനയിലുണ്ടാക്കും. അങ്ങനെ വന്നപ്പോഴാണ് റിലയൻസിന്റെ നോമിനിയായിട്ടുള്ള ഊർജിത് പട്ടേലിനെ റിസർവ് ബാങ്കിന്റെ ഗവർണറാക്കിയത്. ആരാ ഊർജിത് പട്ടേൽ? ഊർജിത് പട്ടേലാണ് ഈ കറൻസി നിരോധനത്തിന് പിറകിൽ. അദ്ദേഹം ഒരു നിയോ ലിബർ പണ്ഡിതനാണ്, അദ്ദേഹം IMF ഉദ്യോഗസ്ഥനാണ്.
അദ്ദേഹം മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു സന്തതിയാണ്, അത്തരമൊരു സ്കൂളിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഇന്ത്യ പോലെ വിശാലമായ രാജ്യത്തെ 133 കോടി ജനങ്ങൾ, അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമീണർ, ഇന്നും ബാങ്കുകളുടെ ശാഖകൾ പോലുമില്ലാത്ത ഗ്രാമങ്ങൾ, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യവഹാരത്തിലുള്ള 86% കൊടുക്കൽ വാങ്ങൽ ഉപയോഗിക്കുന്ന കറൻസി നിരോധിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം എന്ത് എന്ന് ചിന്തിക്കാൻ സങ്കുചിത ദേശീയ ബോധത്തിന്റെ തിമിരം ബാധിച്ച മോഡിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മലയാളത്തിലൊരു സിനിമയിൽ ഈ കുതിരവട്ടം പപ്പു പറയുന്നുണ്ട്, ഇതാ ഇപ്പൊ ശരിയാക്കി തരാന്ന്. നവംബർ 8-ാം തീയതി നരേന്ദ്രമോദി പറഞ്ഞു ഇതാ 3 ദിവസം കൊണ്ട് എല്ലാം നേരെയാക്കും. ഇപ്പോഴെന്താ വിദഗ്ധന്മാർ പറയുന്നത്? ഇന്ത്യയുടെ 3 സെക്യൂരിറ്റി പ്രസ്സുകളും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന അസാധുവാക്കിയിരിക്കുന്ന നോട്ടിന്റെ തത്തുല്യമായ മൂല്യമുള്ള ചെറുനോട്ടുകൾ അടിക്കണമെങ്കിൽ 6 മാസത്തിലേറെ എടുക്കും. മുദ്രപത്രം ഉൾപ്പെടെയുള്ള മറ്റ് സെക്യൂരിറ്റി പ്രസിന്റെ പണികൾ നിർത്തിവെച്ച് അതിന്റെ പൂർണ്ണശേഷി ഉപയോഗിച്ചാൽ ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് രാജ്യത്ത് നയിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ ഇരകളായിട്ട് ഇപ്പോൾ 70ഓളം ആളുകൾ ആത്മഹത്യ ചെയ്തു. മഹാരാഷ്ട്രയില് ഉള്ളിക്കൃഷിക്കാര് വിളവെടുത്ത് അത് വാങ്ങാൻ ട്രക്കുകൾ വരുന്നില്ല. അവർക്കിത് വിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് കർണാടകയിലുണ്ടായിരുന്നു, കോലാറില്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തക്കാളി ഫാമുകളാണ് നമ്മുടെ കർണാടകയിലെ കോലാർ എന്ന് പറയുന്നത്. ആ കോലാറിലെ തക്കാളി കൃഷിക്കാർക്ക് വിളവെടുത്ത തക്കാളി വിൽക്കാൻ കഴിയുന്നില്ല. തക്കാളിയോട് രാജ്യസ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞു നാറും, കെട്ടുപോകും. ഇങ്ങനെ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത്. രാജ്യത്തിന്റെ ഉൽപാദന മേഖലയാകെ മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. പല വിദഗ്ധരും GDP-യുടെ താഴ്ച 2% താഴോട്ട് പോയി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രതിസന്ധിയൊക്കെ രാജ്യം അഭിമുഖീകരിക്കുമ്പോ പാർലമെന്റിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരേണ്ടത്. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നും ഈ മൗനം മുറിച്ച് അദ്ദേഹം മറുപടി പറയണം എന്നും ഇപ്പോഴും പ്രതിപക്ഷം വാശി പിടിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് നവംബർ 8-ാം തീയതി വളരെ നാടകീയമായിട്ട് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ച് അദ്ദേഹം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിനും അകത്തും പുറത്തും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ഈ പ്രതിഷേധങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ സമ്പദ്ഘടന അരക്ഷിതത്വത്തിലേക്ക്, അരാജകത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ എന്ത് നടപടിയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്? ഇതിനെ എങ്ങനെയാണ് നരേന്ദ്രമോദി വിശകലനം ചെയ്യുന്നത്? പ്രധാനമന്ത്രി പറയണ്ടേ, ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ സ്ഥാപനങ്ങളോട് നരേന്ദ്രമോദിക്ക് ഒരു പ്രതിപത്തിയുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. RSSന്റെ പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. പാർലമെന്റ്, ദേശീയ വികസന കൗൺസിൽ, ദേശീയ ഉദ്ഘാടന സമിതി, ഇതിനോടെല്ലാം അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് നരേന്ദ്രമോദിക്കുള്ളത്. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ സങ്കീർണമായ സാഹചര്യം രാജ്യത്തുണ്ടായിട്ടും അത് പാർലമെന്റിൽ വിശദീകരിക്കാൻ തയ്യാറാകാതെ നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്. പാർലമെന്റിനകത്ത് ഈ വിഷയം ഉയർത്തുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ പൊതുവേദിയിൽ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ജനാധിപത്യത്തോട് ഒരു ബഹുമാനവും ആദരവുമില്ലാത്ത അങ്ങേയറ്റം നിഷേധാത്മകമായ ഒരു സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് ഈ നോട്ട് നിരോധനം ഉണ്ടാക്കിയിരിക്കുന്ന ആപൽക്കരമായ സാഹചര്യത്തെ യുക്തിഭദ്രമായിട്ട് വിശദീകരിക്കാൻ, അതിന് മറുപടി നൽകാൻ നരേന്ദ്രമോദിക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, BJP-യുടെ പിറകിലുള്ള പല കോർപ്പറേറ്റുകളുമാണ് ഇന്ത്യയിലെ കള്ളപ്പണത്തിന്റെ 1-ാം നമ്പർ പട്ടികയിൽ വരുന്നത്. നിങ്ങൾ നോക്കൂ, കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ സ്വർണത്തിലും വജ്രത്തിലും ഭൂമിയിലും കടപ്പത്രങ്ങളുള്ള വജ്രത്തിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ളത് ആരാ? നരേന്ദ്രമോദിയുടെ സ്വന്തം സഹചാരിയായിട്ടുള്ള മിസ്റ്റർ അദാനിയല്ലേ, ഗൗതം അദാനിയല്ലേ ഇന്ത്യയിലെ ഡയമണ്ടിന് മുകളിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, കടപ്പത്രങ്ങളില് നമ്മുടെ രാജ്യത്ത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ളത് ആരാ? ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ പ്രധാനമന്ത്രി മറുപടി പറയാത്തത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് പ്രതിപക്ഷം ഏറ്റവും ആദ്യം ചൂണ്ടിക്കാട്ടുന്നത്. അവർക്ക് ജീവൻ വരെ പോകുന്ന അവസ്ഥ, കച്ചവടം നടത്താൻ പറ്റുന്നില്ല, ഉള്ള പണം ബാങ്കിലിട്ടത് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ചെറിയ ബുദ്ധിമുട്ടാണ്, അതിർത്തിയിലെ പട്ടാളക്കാരെ ആലോചിക്കൂ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സുപ്രീം കോടതിയാണ് ഇന്ന് ചോദിച്ചത്. സുപ്രീം കോടതി അതിന് സമയം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെ. ഡിസംബർ 2-ന് അടുത്ത വെള്ളിയാഴ്ച ഗവൺമെന്റ് അവിടെ മറുപടി പറയണം. സുപ്രീം കോടതിയിൽ മറുപടി പറയേണ്ടതുണ്ട്. ജനങ്ങളുടെ കോടതിയായ, ജനങ്ങളുടെ സഭയായ പാർലമെന്റിൽ മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ ഒന്നും പറയുന്നതിന് വിശ്വാസമില്ലാത്ത ഒരാളെ ജനാധിപത്യ രാജ്യത്ത് എന്ത് വിളിക്കണം?
നാടകം കളിക്കുന്നതിനെ കുറിച്ച് ബഹുമാനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, കേരളത്തിലാണ് ഇപ്പൊ നാടകം കളി നടക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് RBI ഗവർണറുടെ ഓഫീസിന് മുന്നിൽ ചെന്ന് അവിടെയാണ് നാടകം കളി കണ്ടത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ല നാടകം കളിച്ചത്. അവിടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഇന്ന് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടല്ലോ. എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പക്ഷെ അങ്ങ് ഇപ്പോൾ ആ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഈ കേരളത്തിൽ നാടകം കളിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നത് ഒരു പ്രധാനപ്പെട്ട പൊതുപ്രശ്നത്തിന് വേണ്ടിയാണ്. ആ പ്രശ്നത്തിൽ BJPയുടെ നിലപാട് അതേപോലെ ഒറ്റക്കക്ഷിയായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടൊപ്പം ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട കക്ഷിയായിരുന്നില്ലേ BJP? അതെന്തുകൊണ്ട് ചെയ്തില്ല? അല്ല, കേരള മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ KYC കൊടുക്കാൻ സാധിക്കുമോ ചോദിച്ചു. എന്താ പറഞ്ഞത്? 25 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളുടെ മാത്രമേ വിവരം കൊടുക്കാൻ സാധിക്കൂ. അപ്പൊ 25 ലക്ഷത്തിന് താഴെയുള്ളവരുടെ വിവരം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് 1/2 ഡസനിലധികം വരുന്ന അക്കൗണ്ടുകൾ ഒരേ വ്യക്തിയുടെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിലുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഈ KYCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് തയ്യാറാണെന്ന് കേരള മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ട്. RBI ഇപ്പോൾ ചില ഇളവുകൾ നൽകാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയും RBIയും തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ മറ്റു ബാങ്കുകൾക്കുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള ആ അത്രയുമെങ്കിലും ഇളവുകൾ എന്തുകൊണ്ട് സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കുന്നില്ല? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തടസ്സം അല്ല, കേരളത്തിന്റെ സഹകരണ ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി മിസ്റ്റർ മൊയ്തീൻ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് RBIയുടെ ഗവർണർക്ക് ചില ഇളവുകൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കത്തെഴുതി. കത്ത് അവിടെ കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഇളവുകൾ അനുവദിച്ചു. പക്ഷെ 2 ദിവസത്തിനു ശേഷം ഇളവുകൾ RBI ഗവർണർ പിൻവലിച്ചു. ഇത് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഒരു പത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ്. അതിൽ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ബാക്കി ഞാൻ പറയട്ടെ. അതായത് RBI ഗവർണർക്ക് എഴുതിയ കത്തിൽ 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കിട്ടിയ സമയത്തിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ സഹകരണ ബാങ്കുകൾ കൂട്ടുനിന്നത് കൊണ്ടാണ് RBI വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് താങ്കൾ. താങ്കളാണ് ഇപ്പോൾ ഈ AC മൊയ്തീൻ ലേഖനത്തിൽ പറയാത്ത കാര്യം ഇപ്പോൾ ഇവിടെ ഈ ചാനലിലെ ചർച്ചയിൽ വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. ഈ കള്ളപ്പണം എവിടെ നിന്ന് വന്നു, ആരുടേതൊക്കെയാണ് ഈ കള്ളപ്പണം, അതൊക്കെ ഒന്ന് പറയൂ. അതൊക്കെ പറയാതെ വെറുതെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ കള്ളപ്പണക്കാരാണെന്ന് വിളിക്കുകയാണോ BJP ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം, കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ മൊയ്തീൻ ലേഖനം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ RBI ഗവർണർക്ക് ഞങ്ങൾ ഒരു കത്തയച്ചെന്നും RBI ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉദാരമായ സമീപനം ഉണ്ടായെന്നും പക്ഷേ ഉടൻ തന്നെ 11-ാം തീയതി ഈ ഉത്തരവ് RBI ഗവർണർ പിൻവലിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഉത്തരവ് പിൻവലിച്ചത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സഹകരണ ബാങ്കുകളിൽ മാത്രമല്ല ഈ 3 ദിവസം കൊണ്ട് നിക്ഷേപം കൂടിയത്, മറ്റു വാണിജ്യ ബാങ്കുകളിലും കൂടിയല്ലോ. അപ്പൊ അവിടെ കള്ളപ്പണം വന്നിട്ടുണ്ടാകില്ലേ? അവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ പിന്നീട് റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയോ? ഇത് സഹകരണ ബാങ്കുകളെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് അങ്ങനെ നടപടിയെടുത്തു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാമെങ്കിൽ കള്ളപ്പണം ആരുടേതാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അത് ഞങ്ങൾ തെളിയിക്കും. കേരളത്തിലെ അത് തെളിയിച്ചിട്ടല്ലേ ഈ നിയന്ത്രണം കൊണ്ടുവരേണ്ടത്? ഇപ്പോൾ ഇങ്ങനെ വായുവിൽ എഴുതി കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ആരുടേതൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം നിയന്ത്രണം കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് അത് വിശ്വാസമാകും. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ചോദ്യം മാത്രം ചോദിച്ചാൽ മതിയോ? എനിക്ക് ഉത്തരം പറയാനുള്ള അവസരമില്ലേ? ഉത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി വ്യക്തമാകണ്ടേ? ഞാൻ ഒരു 10 ചോദ്യം ചോദിക്കുകയും എനിക്ക് ഒരു ചോദ്യത്തിന് പോലും സംസാരിക്കാൻ അവസരം തരുന്നില്ല. അല്ലെ, എന്നോട് മാത്രമാണ് ലാലിന് ഈ കുഴപ്പം? കോൺഗ്രസിന്റെ നേതാവ് പ്രസംഗിച്ചു, പ്രസംഗം മുഴുവൻ കേട്ടു, ഇടയിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചു, ഇടയിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എന്നോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ കൃത്യമായി പറയാം, ഇതൊരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി ഉത്തരം അറിയാവുന്ന ഒരാൾ BJPയുടെ നേതാക്കളാണ്. അതുകൊണ്ടാണ് അങ്ങയോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റുള്ളവർ ഇവിടെ ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്നവരാണ്, അവർക്ക് സംശയങ്ങളാണ്, അവർ ആ സംശയങ്ങൾ നിരത്തും. ഞാൻ ആ സംശയങ്ങൾ ചോദ്യങ്ങളാക്കും. അങ്ങ് ഉത്തരം പറയൂ. അത് പറയാതെ പോകുമ്പോഴാണ് ഇടയ്ക്ക് ഞാൻ ഇടപെടുന്നത്.
അല്ല, എനിക്ക് മറുപടി പറയാൻ അവസരം തരൂ. അല്ലല്ല, മറുപടി പറയാൻ അവസരം തരൂ. ടോട്ടൽ കേരളത്തിലെ ബാങ്കുകൾ 5984 ബാങ്കാണ്, എല്ലാ മേഖലയിലും ചേർന്ന്. അതിനകത്ത് നമ്മുടെ കേരളത്തിൽ 3.5 ലക്ഷം സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ബഹുമാനായിട്ടുള്ള ലാലിനോട് ചോദിക്കട്ടെ, 1,27,000 കോടി രൂപയാണ് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം. അവിടെ തന്നെ 68% കർഷകന്മാർ കടക്കണിയിലാണ്. ശരാശരി 6 ലക്ഷത്തിൽ കൂടുതൽ കടമുണ്ട്. 49% കാർഷികേതര രംഗത്ത് നിൽക്കുന്ന പാവങ്ങളായിട്ടുള്ള സഹകരണ സംഘങ്ങളിലെ അക്കൗണ്ട് ഹോൾഡേഴ്സ്, അവർക്ക് 4 ലക്ഷത്തിൽ ചില്ലുവാനും കടമുണ്ട്. 1,27,000 കോടി രൂപ ഈ ബാങ്കുകൾക്കകത്ത് കിടക്കുന്നു. എവിടെ നിന്ന് ഈ പണം വന്നു? ഈ പണമെല്ലാം ആരുടേതാണ്? ഇത് അന്വേഷിക്കാൻ കേന്ദ്രത്തിന്റെ എൻഫോഴ്സ്മെന്റ് വന്നാൽ ഞങ്ങൾ 25 ലക്ഷത്തിന്റെ മുകളിലുള്ള ആളുകളുടെ കണക്കേ കൊടുക്കൂ എന്ന് കേരളത്തിന്റെ വ്യക്തത വരുത്തിയിട്ട് പോകാം. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ നിലനിൽക്കണമെന്ന് പറഞ്ഞ് നിയമസഭയിൽ ഒന്നിച്ച 2 പാർട്ടികളുടെ പ്രതിനിധികളാണല്ലോ മറ്റുള്ള 2 പേരും. അവർ തന്നെ പറയട്ടെ, ഈ 1,27,000 പരം കോടി രൂപ എങ്ങനെയാണ് സഹകരണ ബാങ്കുകളിൽ വരുന്നത് എന്ന് ശോഭാ സുരേന്ദ്രന് അത്ഭുതമുണ്ടാകുന്നു. ശ്രീ ഷുക്കൂർ, താങ്കൾ ആദ്യം. ശോഭാ സുരേന്ദ്രൻ എന്താ ഈ കണക്കൊക്കെ പറയുന്നത്? ഇതെൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് പ്രതികരിച്ചൂടെ? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഭരണകക്ഷി ഇങ്ങനെ തരംതാണു പോയാൽ ഈ രാജ്യത്തെ 133 കോടി ജനങ്ങൾ എങ്ങോട്ട് പോകും? കേരളമാണ് നമ്മുടെ സർവീസ് സഹകരണ മേഖലയുടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം. കേരളത്തെ കണ്ട് പഠിക്കണം എന്നാണ് ലോകം മുഴുവൻ പറയുന്നത്. കേരളം അത്ര വലിയ മാതൃകയാണ്. എന്ത് ഈ പണമിടപാട് മാത്രമാണോ ഈ സഹകരണ സംഘങ്ങളിൽ നടക്കുന്നത്? എന്തേ ശോഭാ സുരേന്ദ്രൻ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ പറയാത്തത്? ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ സംഘങ്ങളില്ലേ? കർഷക തൊഴിലാളികളുടെ സംഘങ്ങളില്ലേ? കർഷകരുടെ സംഘങ്ങളില്ലേ? ക്രെഡിറ്റ് ബാങ്കുകൾ വേറെയുണ്ട്. മറ്റ് ചെറുകിട ഉൽപാദനം നടത്തുന്ന എത്രയോ സംഘങ്ങൾ അതിൻ്റെ ഭാഗം. 1,27,000 കോടി രൂപ നിക്ഷേപമുള്ള സംഘങ്ങളാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യം. അവിടെ കള്ളപ്പണം കൊണ്ടിട്ടാൽ അത് പിടിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കേണ്ട ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റിന് ഉപയോഗിക്കാം, മറ്റ് ഏജൻസികൾ ഉപയോഗിക്കാം. അല്ലാതെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി നാട്ടിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് അവരെ കൊന്ന് കൊല വിളിച്ചിട്ടല്ല ഒരു ഗവൺമെന്റ് പരിഷ്കരണം നടത്തേണ്ടത്. ആ ഗവൺമെന്റ് ഇത് കേൾക്കാൻ തയ്യാറാകണം. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകും. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നല്ലോ. നിങ്ങൾ ഒരു സഹിഷ്ണുത കാണിക്ക്. ഭരണകർത്താക്കളും പരാജയപ്പെട്ട ഒരു സാഹചര്യമല്ലേ ഇത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഭരണം പരാജയപ്പെട്ട ഇത്തരം പരിഷ്കരണങ്ങളിലേക്ക് വന്ന ഏത് കാലഘട്ടമുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടമല്ലാതെ നരേന്ദ്രമോദിയുടെയും സമാനമായ ഈ കാലഘട്ടം അല്ലാതെ വേറെ ഏതുണ്ട്? നമ്മൾ ചരിത്രം പഠിച്ചവരല്ലേ. നിങ്ങളത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 66,000 കോടി രൂപ 14 സഹകരണ ബാങ്കുകളിലായി നിക്ഷേപമുണ്ട്. 33,000 കോടി രൂപ അവിടെ വായ്പ കൊടുത്തതുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ട്, പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് പറഞ്ഞിട്ട് 4-5 ദിവസങ്ങളിലായി അവർ ശേഖരിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകളുണ്ട്. 21,000 കോടി രൂപ അതുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ ഇരുന്നാൽ മതിയോ? ഈ രാജ്യം അതിൻ്റെതായ ദുരന്തങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറ്റാനുള്ള നടപടി വേണ്ടേ? പ്രധാനമന്ത്രി പാർലമെന്റിൽ കയറാതെ ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? പ്രധാനമന്ത്രി അനക്സിൽ പോയിരുന്ന് പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുകയാണോ വേണ്ടത്? പാർലമെന്റിനകത്തേക്ക് ചെന്ന് കാര്യങ്ങളിൽ ഇടപെടണ്ടേ? പ്രധാനമന്ത്രിയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒന്നാമത്തെയാൾ? അദ്ദേഹമല്ലേ ഈ പ്രസംഗം നടത്തിയത്, ഈ നോട്ടുകൾ പിൻവലിച്ചത്? മുന്നൊരുക്കങ്ങളില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് നോട്ടുകൾ അച്ചടിച്ചു വെച്ചില്ല. ഇതൊന്നും പുറത്തുവിടണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ 1 മാസം മുമ്പ് ഈ കാര്യം നടക്കുന്നതിന് മുമ്പ് ഗുജറാത്തിലെയും UP-യിലെയും പത്രങ്ങളിൽ വന്നിരിക്കുന്നു, കള്ളപ്പണക്കാർ തയ്യാറായിരുന്നു. ആരെ സഹായിക്കാനാണ് ഈ 2000-ന്റെ നോട്ടച്ചടിച്ചത്? പാവപ്പെട്ടവനെ സഹായിക്കാനാണോ? ശരി, കുംഭകോണത്തെക്കുറിച്ചുള്ള കഥകൾ കൂടി ഇപ്പോൾ പ്രതിപക്ഷം പറയുമ്പോൾ അത് അന്വേഷിക്കുന്നതിന് എന്തിനാണ് BJP സർക്കാരിന് മടി? ആ വിഷയം കൂടി ചർച്ചയിലേക്ക് വരുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കോടതി ചോദിക്കുമ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും BJP ഇപ്പോൾ എടുത്തിടുന്നത് ഈ സഹകരണ ബാങ്കുകളുടെ പ്രശ്നം 1, 2 ഈ കള്ളപ്പണത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ എന്നുള്ള രീതിയിലാണ്.
ഈ കാര്യത്തിൽ നിങ്ങളുടെ JPC രൂപീകരണത്തിന് വേണ്ടിയുള്ള വാദവും BJP ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കുംഭകോണവും നോട്ട് നിയന്ത്രണത്തിൻ്റെ പേരിൽ അവർ മുൻകൂട്ടി പലതും ചോർത്തി പലർക്കും കൊടുത്തും ഒക്കെ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ കുംഭകോണത്തിൻ്റെ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ? അതോ പ്രധാനമന്ത്രിയാണോ ഇപ്പോൾ കേൾക്കപ്പെടുന്നത്? പ്രധാനമന്ത്രി കേൾക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഗോവ പ്രസംഗം മുതൽ ഇന്ന് അദ്ദേഹം പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗം വരെ കാണിക്കുന്നത്. അദ്ദേഹം അങ്ങേയറ്റം ദുർബലനായിരിക്കുന്നു. പാർലമെൻറ്റ് അഭിസംബോധന ചെയ്യാനുള്ള ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തുണ്ടായ സംഭവ വികാസങ്ങളൊന്നും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ആ കാര്യങ്ങളെല്ലാം നിയന്ത്രണാതീതമായി പോവുകയാണ്. പ്രത്യേകിച്ച് എന്താണ്, കറൻസികൾ ആവശ്യമായത് തത്തുല്യമായ മൂല്യത്തിലുള്ള നോട്ടുകൾ ATM കൗണ്ടറുകളിലോ ബാങ്കുകളിലോ എത്തിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് 6-7 മാസങ്ങളെത്തും. അപ്പോൾ ഈ പ്രതിസന്ധി തുടരാനാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ മീനാക്ഷി ലേഖി 2014 UPA സർക്കാർ പഴയ കറൻസികൾ നിരോധിക്കാൻ നടത്തിയ ശ്രമത്തെ അപലപിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മോഡിക്കുള്ള മറുപടി. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ അതൊന്ന് വായിക്കുന്നത് നല്ലതാ, അതിൻ്റെ ലിങ്കിലേക്ക് പോകുന്നു നല്ലതാ. എന്താ മീനാക്ഷിയിലേക്ക് പറഞ്ഞ, ഇന്ത്യ പോലുള്ള ഒരു കറൻസികൾ നിരോധിച്ചു കഴിഞ്ഞാൽ സമ്പദ്ഘടന പ്രതിസന്ധിയാവും. കറൻസിക്ക് മുകളിലുള്ള കള്ളപ്പണ നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 0.5% കറൻസിക്ക് മുകളിലുള്ള കള്ളപ്പണ നിക്ഷേപം എന്ന് പറയുന്നത്. കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ളത് പലരും നമ്മളെല്ലാം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ എന്താണ്, വിദേശ ബാങ്കുകളിലാണ്. വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണത്തെക്കുറിച്ചല്ലേ 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കണക്കുകളിൽ തന്നെ നമ്മൾ കേട്ടതല്ലേ 96 ലക്ഷം കോടി അദ്ദേഹം രാജ്യത്തെ പൗരന്മാർക്ക് അത് വീതം വെച്ചില്ലേ. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപ എത്തും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കള്ളപ്പണത്തെ വിദേശ ബാങ്കുകൾ, സ്വിസ് ബാങ്കുകളിൽ വെച്ചിരിക്കുന്ന കള്ളപ്പണത്തെ കണ്ടെത്തുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് കറൻസി നിരോധനം വഴി നരേന്ദ്രമോദി ഈ ശ്രമം നടത്തുന്നത്. ഇതേ കാര്യം തന്നെയാണ് 2014 ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്പോക്സ്മാൻ മീനാക്ഷി ലേഖി പറഞ്ഞത്, കറൻസി നിരോധനം വഴി നിങ്ങൾ വിദേശ ബാങ്കുകൾ നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണക്കാരെ രക്ഷിക്കാനുള്ള വിദ്യ പ്രയോഗിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ ബാങ്കുകളിൽ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോ ജനീവ ഭരണകൂടത്തിലെ, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റിലെ അന്താരാഷ്ട്ര ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജാക്കി സ്മിത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഇതിൽ താല്പര്യമില്ല, സമയബന്ധിതമായി ഞങ്ങൾ ലിസ്റ്റ് സുരേന്ദ്രൻ, അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ വിദേശത്തു നിന്ന് പണം കൊണ്ടുവരും, കള്ളപ്പണം പിടിച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞത് നടക്കാതെ പോകുന്നത് കൊണ്ട്, അത് നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇനി ആ ചോദ്യം ഉയർത്തുന്നതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരത്തിലൊരു വലിയ നാടകം ഉണ്ടാക്കുക, അതാണ് ഈ പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്ന കാര്യങ്ങൾ. അതിൽ പക്ഷെ നിങ്ങൾക്ക് പിഴവ് പറ്റുന്നത് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നിടത്താണ്. അത് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഏകദേശ രൂപമുണ്ടോ? കൃത്യമായിട്ടുള്ള രൂപമുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ സുപ്രീം കോടതി അന്നത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് കള്ളപ്പണക്കാരെ അവരുടെ പണം വിദേശ ബാങ്കുകളിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സുപ്രീം കോടതിയിലെ തന്നെ ജഡ്ജിമാർ അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൂടെ എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിച്ചത്. ആ നാളുകൾ അത്രയും സുപ്രീം കോടതിയുടെ വാക്കുകൾ കേൾക്കുകയോ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അന്വേഷണം നടത്താനോ UPA ഗവൺമെന്റിന് സാധിച്ചില്ല. അത് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് അവരെ വരച്ച വരയിൽ നിർത്താനും സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീമാൻ നരേന്ദ്രമോദി 1.5 മാസത്തിനകം ഇവിടത്തെ സുപ്രീം കോടതിയുടെ ആവശ്യപ്രകാരം ജഡ്ജിമാർ തന്നെ ആ കമ്മിറ്റിയുടെ അംഗങ്ങളായിക്കൊണ്ട് കള്ളപ്പണം പിടിക്കാനുള്ള ബോഡി ഉണ്ടാക്കി. അവരെ ഒറ്റപ്പെടുത്താനോ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്താനോ അവരുടെ ഇന്ത്യയിലെ ബിസിനസ്സുകൾ നിയന്ത്രിക്കാനോ അവരെ പൊതുവേദികളിൽ നിന്ന് അകറ്റാനോ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പേരുകൾ വലിച്ചുകീറി കാണിക്കാനോ ഇതുവരെയും തയ്യാറാകാത്ത സർക്കാരാണ് ഇവിടെ നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാട്ടിയ ദശാംശം ചില ചില്ലറകളുടെ
ക്യാഷ് കള്ളപ്പണം മാത്രമുള്ളവരുടെ പേരിൽ നടപടി എടുത്തുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നതാണ് പ്രശ്നം. ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ ഇപ്പോഴും ഇറങ്ങിച്ചെല്ലുന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ താല്പര്യപ്രകാരം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പാകെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ആ പാനൽ അംഗങ്ങൾ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങളുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെ അവർ സബ്മിറ്റ് ചെയ്യും. അതിനാരും ബുദ്ധിമുട്ടണ്ട, അതുണ്ടാകും. ഒപ്പം ചോദിക്കുന്നത് ഇന്ത്യയിലെ കള്ളപ്പണക്കാരുടെ കണക്കും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത്. നോട്ട് നിരോധിച്ചതിലൂടെ നേരത്തെ ചോദിച്ചില്ലേ, വലിയ വലിയ പണക്കാർക്ക് അതിനുള്ള സംവിധാനം. ശോഭാ സുരേന്ദ്രൻ, ഈ 15 ലക്ഷം രൂപ ഈ കള്ളപ്പണം പിടിച്ച് അതിൽ നിന്ന് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നത് എങ്കിൽ ഈ ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടാകില്ലായിരുന്നു. ഈ 15 ലക്ഷത്തിൽ നിന്ന് അവർ എടുത്ത് ആഹാരം വാങ്ങിച്ച് കഴിച്ചോളും, കുറെ ദിവസം ബിസിനസ് ചെയ്യാതെ അവർ ഇരുന്നോളും, സാധാരണക്കാർക്ക് പട്ടിണി ഇല്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു. അതില്ലാതെ, ഒരു തയ്യാറെടുപ്പില്ലാതെ ഉള്ള പണം തന്നെ ഫ്രീസ് ചെയ്യിച്ച് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാക്കിക്കൊണ്ട് ബുദ്ധിമുട്ടിലാക്കി. മറ്റത് ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ 50 ദിവസങ്ങളാകുന്നത്, അല്ലെങ്കിൽ 70 മരണം ഇപ്പോൾ തന്നെ 18 ദിവസങ്ങൾ കൊണ്ട് ആയിട്ടുള്ളതും. അല്ല, ഇപ്പോൾ ഈ ചർച്ച കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചർച്ചയിൽ ഒരു ചോദ്യത്തിനും മറുപടി പറയണമെന്ന് ലാൽ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഷുക്കൂർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. ബഹുമാനായ ഷുക്കൂർ പറഞ്ഞ സമയത്ത് ഇവിടെ കണക്ഷൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറയാനും സാധിക്കില്ല. ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു. അതിനൊരു ഉത്തരം അങ്ങ് പറയാമെങ്കിൽ ഞാൻ അങ്ങേക്ക് എത്ര സമയം വേണമെങ്കിലും തരാം. JPC രൂപീകരിക്കുന്നതിന് സർക്കാരിന് മടിയുണ്ടോ? നരേന്ദ്രമോദി എന്തിനാണ് പാർലമെന്റിനെ അഭിമുഖീകരിക്കുന്നതിനെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയാത്തത്? വാശി എന്തിന്? JPC രൂപീകരിച്ചുകൂടെ? നരേന്ദ്രമോദിജിക്ക് ഒരു ഭയപ്പാടുമില്ല. നരേന്ദ്രമോദി ഒരാളെയും ഭയപ്പെടുന്നില്ല. ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദ്ദേഹമുണ്ട്. എല്ലാവരും നടത്തുന്ന ചർച്ചകൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഉചിതമായ സമയത്ത്, അതിന് കൃത്യമായ സമയത്ത് മറുപടി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയും. രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 4 ദിവസത്തെ സമയം തരൂ എന്നല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നോട്ട് നിരോധിക്കുന്ന ദിവസം രാത്രിയിൽ പറഞ്ഞത്, നിങ്ങൾ ഡിസംബർ മാസം 30-ാം തീയതി വരെ എനിക്ക് സമയം തരൂ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അന്ന് 8-ാം തീയതി പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ എത്ര കാര്യങ്ങൾ മാറി? അതിന് തൊട്ടടുത്ത ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇറക്കിയല്ലോ, അത് 25 തവണ മാറ്റി. ഇന്നലെ രാത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, ഇനി 1000 രൂപ 500 രൂപ നോട്ടുകൾ മാറ്റി വാങ്ങാനാകില്ല എന്ന്. ഇന്ന് രാവിലെ ആയപ്പോൾ റിസർവ് ബാങ്ക് വീണ്ടും തിരുത്തിയല്ലോ, അത് മാറ്റി വാങ്ങാം, ഒരു അച്ചടി പിശകാണെന്ന് പറഞ്ഞു. 500 രൂപ തിരക്കിട്ടടിച്ചു, അതിൽ പിശകുകളാണ്. 2000 രൂപയുടെ ആവശ്യം എന്താണ് എന്ന് നാട്ടുകാർ തന്നെ ചോദിക്കുന്നു. ഇതാണ് തയ്യാറെടുപ്പ്. ഈ ചോദ്യം ചോദിച്ചാൽ സമയം കിട്ടുന്നില്ല ഉത്തരം പറയാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, നാട്ടുകാരെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളുടെ പരിപ്രേക്ഷ്യമാണ് കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. കാരണം ഭാരതീയ ജനതാ എങ്കിൽ എന്തുകൊണ്ട് BJP ജയിച്ചു? ഞങ്ങളുടെ വോട്ടുകൾ ഇരട്ടിയായി. നിങ്ങളുടെ ത്രിപുരയിൽ പോലും CPIM-ന്റെ അതീശത്വമുള്ള ത്രിപുരയിൽ പോലും CPIM-ന് ബദലായിട്ട് ഞങ്ങൾ അവിടെ വളർന്നു എന്താണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്? ഇവിടെ നോട്ടിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ റഫറണ്ടം ആയിരുന്നോ ആസാമിലും ഈ പറഞ്ഞ ത്രിപുരയിലും ഒക്കെ ഉണ്ടായ ബൈ ഇലക്ഷനിൽ കണ്ടത്? റഫറണ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം, അങ്ങനെയാണെങ്കിൽ രാജ്യം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന MP-മാർ തന്നെ ഇപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള NDA-യിലെ സഖ്യകക്ഷികൾ തന്നെ ഇപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല മറുപടി കൊടുക്കാം. നിങ്ങൾ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ കാര്യത്തിന്റെ പേരിൽ നടത്തുകയാണ് വേണ്ടത്. അതല്ലാതെ എവിടെയെങ്കിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സീറ്റുകൾ നിലനിർത്തിയിട്ട് അതാണ് ഇതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുക? മാത്രമല്ല, ഇതിപ്പോ ഒരു പുതിയ ആപ്പ് സർവേ നടത്തിയിട്ടുണ്ടല്ലോ. ആ സർവേയിൽ 5 ലക്ഷം പേർ 30 മണിക്കൂറിൽ പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണോ നിങ്ങളുടെ ഉത്തരങ്ങൾ?
അല്ല, 5 വർഷത്തേക്ക് രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ജനപക്ഷത്തു നിന്നുകൊണ്ട് കള്ളപ്പണക്കാരെ പൂട്ടാനുള്ള നടപടികളുമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകും. ആ പ്രധാനമന്ത്രിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജനം പ്രതികരിക്കും. അനുകൂലമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. 25 കോടി ബാങ്ക് അക്കൗണ്ടുകൾ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാത്ത ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ഇപ്പൊ ലക്ഷ്യം കള്ളപ്പണക്കാർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വിദേശത്തുള്ള കള്ളപ്പണമുള്ള ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നിങ്ങൾക്ക് അവിടെ പ്രതിസന്ധിയാകുന്നത്. ഞങ്ങൾക്കൊരു പ്രതിസന്ധിയുമില്ല. വിജയ് മല്യയുടെ പണം ഒരു ചില്ലിക്കാശ് പോലും ഞങ്ങൾ എഴുതി തള്ളിയിട്ടില്ലെന്ന് രാജ്യസഭയ്ക്കകത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുമ്പോഴും കേരളത്തിലെ ചില ചാനലുകളും കേരളത്തിലെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഇത് രാജ്യത്ത് മൈക്ക് കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കുമോ? വിജയ് മല്യയ്ക്ക് വാലിഡേറ്ററി സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? UPA ഗവൺമെന്റ് അല്ലേ? അപ്പൊ UPA ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി പരിശ്രമിച്ച് ആ ചോദ്യത്തിന് കൃത്യമായിട്ട് രാജ്യസഭയ്ക്കകത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറയുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ പ്രതിപക്ഷം മേപ്പോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാര്യങ്ങൾ സമയമാകുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനും പറയാനും. അല്ല, അതിനുള്ള സമയവും സന്ദർഭവും എല്ലാം തന്നെ പാർലമെന്റിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം തന്നെ അതിന് മറുപടി പറയും. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമുള്ള ആളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു ഉത്തരം പറയാൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ വന്ന് ചങ്കൂറ്റത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സാമ്പത്തിക പരിഷ്കരണം എന്ന് പറഞ്ഞ് നോട്ടുകൾ റദ്ദ് ചെയ്തത് സംബന്ധിച്ച് ഇനി ന്യായീകരിക്കാനോ അത് സംബന്ധിച്ച് ആ സഭകളെ അഭിമുഖീകരിക്കാനോ കഴിയില്ല. കാരണം അത്രമാത്രം പിടിപ്പുകേടിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമാണ് നരേന്ദ്രമോദിയും ഈ ഊർജിത് പട്ടേൽ അടക്കമുള്ള റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതുപോലെ എത്രയോ മുൻകാലങ്ങളിൽ കാര്യങ്ങൾ നടക്കുമ്പോഴും കള്ളപ്പണം നിയന്ത്രിക്കാനും കള്ളനോട്ട് പിടിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കാത്ത തരത്തിലുണ്ടായി. നമുക്കിതറിയാം. ഇവിടെ നരേന്ദ്രമോദിക്ക് ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നു എന്ന് വീമ്പിളക്കുമ്പോൾ സഭയുടെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശോഭാ സുരേന്ദ്രൻ അത് അറിയാവുന്നയാളാണല്ലോ. 69% നമ്മുടെ വോട്ടുകൾ പ്രതിപക്ഷത്താണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. 31% വോട്ടുകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കിയതുമെന്ന് നിങ്ങൾ ഓർക്കണം. ആ 31% ഭൂരിപക്ഷത്തിൽ തന്നെ ശിവസേന ഇപ്പോൾ നിങ്ങളുടെ ഈ തീരുമാനത്തിന് വിരുദ്ധമാണ്. അകാലിദൾ നിങ്ങളുടെ ഈ തീരുമാനത്തിന് വിരുദ്ധമാണ്. നിരവധി MP-മാർ നിങ്ങളുടെ തീരുമാനത്തിന് BJP-യിൽ എതിരാണ്. നിങ്ങൾ എന്തുകൊണ്ട് വോട്ടിനിടാൻ തയ്യാറാണ്? ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാണ്, വോട്ടിനിട്ട് തീരുമാനിക്കും എന്ന തന്റെ കാണിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് എന്തേ? ഭയക്കുന്നു, സ്വന്തം കക്ഷിയെ ഭയക്കുന്നു, സ്വന്തം ഘടകകക്ഷികളിലെ MP-മാരെ ഭയക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഡിസംബർ 30 വരെ 100 കണക്കിന് ആളുകൾ മരണമടയുന്ന സാഹചര്യം നമുക്കുണ്ടാകും. പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അരിയുടെ വില കുത്തനെ കൂടുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ 10 രൂപയ്ക്ക് മേൽ 1 കിലോയുടെ പുറത്ത് കൂടിയിരിക്കുന്നു. സാധന സാമഗ്രികൾ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു. ഈ അടുത്ത ദിവസം ശമ്പളം കിട്ടും. ആ ശമ്പളം എങ്ങനെ കയ്യിലേക്ക് വാങ്ങിയെടുക്കാൻ കഴിയും എന്ന പ്രതിസന്ധിയിലാണ്. പാല് വാങ്ങിയവന്, മരുന്ന് വാങ്ങിയവന്, പത്രം വാങ്ങിയവന്, ആ പല വ്യഞ്ജനക്കടയിൽ പറ്റി കൊടുക്കേണ്ട ജീവനക്കാർ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? എല്ലാ സ്വൈപ്പ് മെഷീൻ വഴി നടപ്പിലാക്കിയാൽ മതി
മതിയോ? എല്ലാം 7 സ്റ്റാർ ഹോട്ടലിലേക്കും എന്താ മാളുകളിലേക്കും പോയാൽ മതിയോ? റിലയൻസിന്റെയും അംബാനിയുടെയും അദാനിയുടെയും ശാലകളിലേക്ക് പോയാൽ മതിയോ? സാധുക്കൾ, നിരാലംബരായവർ, ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തിയിരുന്നവർ, അവർക്കൊക്കെ ജീവിക്കണ്ടേ? സ്ഥലങ്ങളിൽ നിരവധിയായിട്ടുള്ള വലിയ നോട്ടുകൾ ആദ്യ ദിവസങ്ങളിൽ പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്നു. അതെവിടെ ഇപ്പോ? അതെവിടെയാണ്? ആരാണ് പൂഴ്ത്തിവെച്ചത്? ഒരു സ്ഥലവും ചൂണ്ടിക്കാണിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഇത്രയും അറിയാവുന്ന ഈ കാര്യം തുറന്നു പറയാതിരിക്കുന്നത് രാജ്യദ്രോഹമാണ്. കേരളത്തിന്റെ 1,27,000 കോടി രൂപ ബാങ്കിനകത്തുള്ള സൊസൈറ്റികളില് ഡെയിലി കളക്ഷൻ വരുന്ന 50 രൂപയുടെയും 100 രൂപയുടെയും കാര്യം പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൊടുക്കാൻ സൊസൈറ്റികളിൽ വന്നിരിക്കുന്ന പണം മുഴുവൻ ഇങ്ങനെ കള്ളപ്പണമാണ്. കേരളത്തിലെ 100 രൂപ 50 രൂപ നോട്ടുകൾ ഇങ്ങനെ കള്ളപ്പണമായി സൊസൈറ്റികളിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. ഇതാണ് ഒരു കാര്യം പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. ജനങ്ങൾ തന്നെ പ്രതികരിക്കും എന്ന് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ രീതികൾ എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ഒരു കരച്ചിലിൽ ഈ പ്രക്ഷോഭം മുഴുവൻ അലിഞ്ഞു പോകുമെന്നാണ് ഇപ്പോഴും BJP കരുതുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അല്ല, ഈ ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എന്താണ് വെറുതെ ഒരു പ്രതിരോധം തീർക്കുകയാണ്. അപ്പൊ അവരുടെ പ്രതിരോധ തന്ത്രം എന്ന് പറയുന്ന വസ്തുതകളും വിവരങ്ങളും വെച്ച് കൊണ്ടുവരില്ല, ആക്ഷേപങ്ങളാണ്. ഇങ്ങനെ ആക്ഷേപങ്ങളിലൂടെ ഇതുപോലൊരു സംവാദം നമുക്ക് നടത്തേണ്ട ആവശ്യമില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റിൽ ചട്ടപ്രകാരമുള്ള വിശദീകരണം പ്രധാനമന്ത്രി നടത്തണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരമുള്ള വിശദീകരണം നടത്തി കഴിഞ്ഞാൽ വോട്ടെടുപ്പിലേക്ക് വരും. വോട്ടെടുപ്പിലേക്ക് വന്നാൽ NDAയിലെ ഘടകകക്ഷികൾ മാത്രമല്ല BJPയിലെ MP മാർ പോലും വോട്ട് മാറി ചെയ്യുമെന്ന് മോഡി സംശയിക്കുന്നു. NDA മുന്നണി തന്നെ എന്താണ് ആന്തരിക ശൈഥില്യം നേരിടുകയാണ്. ഇപ്പോ മഹാരാഷ്ട്രയില് ഏറ്റവും ശക്തമായ എതിർപ്പ് ശിവസേനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇന്ത്യയിലെ വിശാല ഭൂപ്രദേശങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഗോവിന്ദാചാര്യയെ പോലുള്ള ഒരു BJP നേതാവ്, ഗോവിന്ദാചാര്യ BJPയിലെ ഒരു ബുദ്ധിജീവിയാ, അദ്ദേഹം എന്താ പറഞ്ഞത്? താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കറൻസി നിരോധിക്കാൻ പാടില്ലായിരുന്നു. ആ കറൻസി നിരോധനം നിയന്ത്രിക്കാനാവാത്ത, പരിഹരിക്കാനാവാത്ത ജീവിത പ്രതിസന്ധി, സാമൂഹ്യ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നടപടികളിലേക്ക് പോകണം. ആ നടപടികൾ എന്ത് എന്ന് പാർലമെന്റിനോട് വിശദീകരിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത്. പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു പ്രശ്നം, കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ പ്രശ്നം. ഇതാ നമ്മുടെ അറ്റോർണി ജനറൽ അദ്ദേഹം കോടതിയില് ഈ പൊതു താല്പര്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അറ്റോർണി ജനറൽ നടത്തിയ വാദങ്ങളില് ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളിലും കറൻസി നിരോധനം വന്നപ്പോ നിരോധിക്കപ്പെട്ട കറൻസികൾ കയ്യിലുള്ള ആളുകൾ പണം കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലും പണം കൊണ്ടുപോയിട്ടുണ്ട്. ആ പണം കള്ളപ്പണമാണ് എന്ന് പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. 1969 കേരള സഹകരണ നിയമം അനുശാസിക്കുന്ന വിജിലൻസ് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് പരിശോധിക്കാൻ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കറിയാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രസ്ഥാനം ഭൂപരിഷ്കരണം ഉൾപ്പെടെ, സഹകരണ പ്രസ്ഥാനം ഉൾപ്പെടെ, അധികാര വികേന്ദ്രീകരണം ഉൾപ്പെടെ ഈ കേരളം നേടിയെടുത്ത സമസ്ത ജനാധിപത്യ പോരാട്ടത്തിൽ മഹാസഭയുടെയും ജനസംഘത്തിന്റെയും അക്കാലത്തെ പ്രസ്താവനകൾ പരിശോധിച്ചാൽ നിങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനത്തിന്, നിങ്ങൾ ഈ സാർവത്രിക റേഷനിങ്, നിങ്ങൾ ഈ അധികാര വികേന്ദ്രീകരണത്തിന്, ഭൂപരിഷ്കരണത്തിന് എല്ലാം നിങ്ങളെതിരായിരുന്നു. ഇന്ത്യയിലെടുത്ത ഈ തീരുമാനത്തെ മറികടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ നിയമപരമായ അധികാരം ഉപയോഗിച്ച് പാസാക്കിയ നിയമം അനുസരിച്ച് നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ. അത് ഇന്ത്യയിൽ ഒട്ടാകെ നിങ്ങൾക്ക് ഭരണം കിട്ടിയത് കൊണ്ട് ഈ ഫെഡറൽ ഭരണകൂടങ്ങൾക്കൊന്നും തന്നെ അതിന് പ്രസക്തിയില്ല എന്നും അവിടെ ഇത്രയും കാലം ജീവിച്ചു വന്ന ശീലങ്ങൾക്ക് ഒരു സാധുതയും ഇല്ല എന്നും അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് ഒരു വിലയും ഇല്ല എന്നും അവരൊക്കെ ചാകുന്നെങ്കിൽ ചാകട്ടെ എന്നും നിങ്ങൾ ഇങ്ങനെ നിയമം പാസാക്കി തുടങ്ങിയാൽ, നിങ്ങൾ ഇങ്ങനെ സർക്കുലറുകൾ ഇറക്കി തുടങ്ങിയാൽ
ജനം ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങ് കുഴങ്ങിപ്പോകും. പറയുന്നതാണ്. അതിന് ഞാൻ ജനങ്ങളോടൊപ്പം പറയുന്നതോ ഇന്ത്യ നിൽക്കുകയല്ലേ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ അങ്ങനെ ഇവിടുത്തെ പറഞ്ഞിട്ടില്ല. BJP ചെയ്യേണ്ടത്, കേന്ദ്ര ഇവിടുത്തെ ധനകാര്യ BJP വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത്. പറഞ്ഞിട്ടുള്ളത് സഹകരണ സംഘങ്ങളിലെ പാവപ്പെട്ടവൻ നിക്ഷേപിച്ചിട്ടുള്ള ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ എന്ന് ജനങ്ങളോട് പറഞ്ഞു. തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്നാണ് പക്ഷേ പറഞ്ഞത്. കള്ളപ്പണക്കാരുടെ ഇന്നാണ് പണം അത് എവിടെയോ കണ്ടെത്താൻ പറഞ്ഞത്. കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഇന്നാണ് ഉണ്ടാകും. എവിടെയോ അതിന് പറഞ്ഞത്. ഭയപ്പെട്ടിട്ടോ സമരം നടത്തിയിട്ടോ കാര്യമില്ല എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതിനകത്ത് ഇനി എന്ത് ഒളിച്ചുകളി നടത്തിയിട്ടും കാര്യമില്ല. ഇത്രയധികം ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടും പാർലമെന്റിന്റെ പുറത്ത് സമരം ഇരുന്നപ്പോൾ ഇന്നാണ് 18-ാം ദിവസം ഇന്നാണ് ധനകാര്യമന്ത്രി എന്തോ പറഞ്ഞതായി എവിടെയോ വന്നിട്ടുള്ളത്. തമിഴ്നാട് ചെയ്തതുപോലെ ഒരു ഉത്തരവിറക്കാൻ എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് സാധിക്കുന്നില്ല? ഭരണഘടന വിരുദ്ധമായ ഒരു പ്രമേയമാണ് കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ ചർച്ച അവസാനിക്കാനുള്ള സമയമാകുന്നു. ഒറ്റ ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്. ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾക്ക് അതിന് ഉത്തരമുണ്ടോ? ഞാൻ സമയം തന്നില്ല എന്ന് പറയരുത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഒറ്റ ചോദ്യം. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞോളൂ. നിങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഗോവിന്ദാചാര്യ മനസ്സിലാക്കിയതുപോലെ, ശത്രുഘ്നൻ സിൻഹ മനസ്സിലാക്കിയതുപോലെ, അകാലിദൾ മനസ്സിലാക്കിയതുപോലെ, ശിവസേന മനസ്സിലാക്കിയതുപോലെ, CPM ഇടതുപക്ഷമോ കോൺഗ്രസോ മനസ്സിലാക്കിയതൊക്കെ കളയൂ. ഇവർ മനസ്സിലാക്കിയതുപോലെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രനിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷുക്കൂർ, ഇപ്പോഴും ഭരണഘടന പറയുന്ന രീതിയിൽ ലോക്സഭയിൽ മറുപടി പറയാൻ BJP തയ്യാറാകുന്നതിൻ്റെ ലക്ഷണങ്ങളില്ല. പ്രക്ഷോഭം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക്? ഒരു സംശയം വേണ്ട. രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾ, പാർലമെന്റിലെ ഇരു സഭകളിലും അതിശക്തമായ പോരാട്ടം അവിടെ നടത്തും. 16-ാം തീയതി കഴിഞ്ഞാൽ ആ പാർലമെന്റിന്റെ ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട. ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിക്കുന്ന, കാരണം പട്ടിണിയുടെ നാളുകൾ, വറുതിയുടെ നാളുകൾ, രാജ്യം അധോഗതിയിലേക്ക് പോകുന്ന നാളുകൾ, മരണം മുന്നിൽ കാണുന്ന നാളുകൾ, അതാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. ഈ നടപടിയിലൂടെ അതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയുടെ കാപട്യം, വഞ്ചന, ചതി, കെടുകാര്യസ്ഥത, പിടിപ്പുകേട്, ദീർഘവീക്ഷണമില്ലായ്മ, ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന പോരാട്ടമായിരിക്കും അവരുടെ ജീവിതത്തിലൂടെ ജോലി ചെയ്യാൻ വയ്യാതെയും ഒക്കെ, ഒരുപക്ഷെ സർക്കാർ ജോലി ഉള്ളവരും പ്രാദേശികമായി അല്ലാതെ ജോലികൾ ചെയ്യുന്ന സർവീസ് മേഖലയിലുള്ളവർക്കും വലിയ ജോലിക്ക് പോകാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അവർ ജോലിക്ക് പോകുന്നുണ്ടാകാം. അല്ലാതെയുള്ള വലിയ സംഘടിതമല്ലാത്ത മേഖലകളിലൊക്കെ പ്രതിസന്ധിയാണ്. ജനം ഒരു ഹർത്താലിന്റെ സ്വഭാവത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഹർത്താൽ പ്രസ്താവന കൂടി വേണ്ടതുണ്ടോ ഇനി? അല്ല, അതിനകത്ത് ജനങ്ങൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനോട് അരക്ഷിത ബോധമുണ്ട് ജനങ്ങൾക്കിടയിൽ. അതെ, ഇന്നത്തെ ഈ ഹർത്താൽ പ്രഖ്യാപനം എന്ന് പറയുന്നത് 28-ാം തീയതി ദേശീയ തലത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ ഹർത്താൽ. ഇപ്പോൾ ഈ നയങ്ങൾക്കെതിരായിട്ട് അങ്ങേയറ്റം രോഷാകുലരായി ജനങ്ങൾ മാറിയിരിക്കുകയാണ്. ആ രോഷാകുലരായി തീർന്നിരിക്കുന്ന ജനങ്ങളെ പ്രക്ഷോഭോന്മുഖമായ ഒരു സമരമുഖത്തേക്ക് ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വം നടന്ന രാപ്പകൽ സമരം, തുടർന്ന് 28-ാം തീയതി ഹർത്താൽ നടക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? BJP സർക്കാർ ഊർജിത് പട്ടേലിന്റെ ഉപദേശമനുസരിച്ച് ഇന്ത്യയിലെ കള്ളപ്പണക്കാരും ബാങ്കുകൾക്ക് കിട്ടാക്കടമാക്കിയിരിക്കുന്നവരും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഈ നാടകം, ഈ കറൻസി നിരോധനം എന്ന നാടകം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാനും BJPയുടെ അജണ്ടയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ജനകീയ വികാരം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് 28-ാം തീയതി കേരളത്തിലെ ഹർത്താൽ, ദേശീയ തലത്തിലെ പ്രതിഷേധം. ഇന്ന് മറ്റ് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ മറന്നുകൊണ്ട് വിവിധ പാർട്ടികൾ, ഇപ്പോൾ TMC, CPM, കോൺഗ്രസ്, CPM, നിരവധി പാർട്ടികൾ, ഈ പാർട്ടികളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് സാധ്യമാകാവുന്ന യോജിച്ച പ്രക്ഷോഭങ്ങൾ ദേശീയ തലത്തിൽ ഉയർത്തും. പാർലമെന്റിനകത്ത് ഇത് കത്തിപ്പഴുന്ന സാഹചര്യമാണ് കാണുമ്പോഴെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളിൽ തന്നെ മുമ്പിൽ BJPയുടെ മുമ്പിൽ എത്തുമോ? നരേന്ദ്രമോദിക്ക് ആ പ്രശ്നങ്ങൾ കണ്ട് കണ്ണുനീർ വരുമോ? അതാണ് അടുത്ത ആഴ്ച രാജ്യം കാണാൻ പോകുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്
ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ A ഷുക്കൂർ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ. നോട്ട് പ്രതിസന്ധി ദുരിതത്തിലാക്കിയ LIC ഏജന്റുമാർ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പിൻവലിച്ച കറൻസി ഉപയോഗിച്ച് 30 വരെ പ്രീമിയം തുക അടയ്ക്കാൻ അവസരം നൽകണമെന്നതാണ് LIC ഏജന്റുമാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.